അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു فعن عبيد الله بن محصن رضي الله عنه أن رسول الله صلى الله عليه وسلم قال من أصبح منكم آمنا في سربه معافا في جسده عنده قوت يومه فكأنما حيزت له الدنيا رواه الترمذي. ഹദീസ് പാഠമാണ് ഇപ്പോഴത്തെ സെഷൻ. ഉബൈദില്ലാ ഇബ്നു മുഹ്സൻ അൽ അൻസാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ആ ഹദീസിന്റെ നോട്ട് കിട്ടാത്ത ആളുകൾ ചോദിച്ചു വാങ്ങണം. സ്ത്രീകളുടെ ഭാഗത്ത് ഇനി നോട്ട് ആവശ്യമുണ്ടെങ്കിൽ, ഹദീസിന്റെ ടെക്സ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണം. ഉബൈദുല്ലാ ബിൻ മുഹ്സൻ അൽ അൻസാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അബൂ സലമത ഉബൈദുല്ലാ ബിൻ മുഹ്സൻ അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അബൂ സലമ എന്നാണ് അദ്ദേഹത്തിന്റെ കുനിയത്ത്. ഉബൈദുല്ലാ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മുഹ്സൻ ആണ് അദ്ദേഹത്തിന്റെ ഉപ്പ. അബൂ സലമത ഉബൈദുല്ലാ ബിൻ മുഹ്സൻ അൽ അൻസാരി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദി ഇൻദഹു ഖൂതു യൗമി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. റവാഹു തിർമിദി. ഹദീസ് റിപ്പോർട്ട് ചെയ്ത മുഹദ്ദിസ് അൽ ഇമാം അത്തിർമിദി. തിർമിദി എന്നും തുർമുദി എന്നും തർമിദി എന്നും പറയാം. തിർമിദി അബു ഈസ മുഹമ്മദ് ഇബ്നു ഈസ അത്തിർമിദി. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് അതാണ്, അബു ഈസ. അദ്ദേഹത്തിന്റെ കുനിയത്ത് അതാണ്, അബു ഈസ. മുഹമ്മദ് ഇബ്നു ഈസ, മുഹമ്മദ് ആണ് അദ്ദേഹത്തിന്റെ പേര്. ബിൻ ഈസ, ഈസ അദ്ദേഹത്തിന്റെ ഉപ്പയാണ്. അബു ഈസ മുഹമ്മദ് ഇബ്നു ഈസ അത്തിർമിദി. ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച, നമ്മളൊക്കെ കേട്ടുപരിചയമുള്ള ഹദീസ് പണ്ഡിതനാണ് ഇമാം തിർമിദി. ഹിജ്റ 279 അദ്ദേഹം വഫാത്താകുന്നത്. ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ ഹദീസ് പണ്ഡിതൻ. അപ്പോ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബിയെ സംബന്ധിച്ചു പറഞ്ഞു, അദ്ദേഹം ഒരു അൻസാരിയാണ്. അബൂ സലമത ഉബൈദുല്ലാ ബിൻ മുഹ്സൻ അൽ അൻസാരി. ഹദീസ് റിവായത്ത് ചെയ്ത മുഹദ്ദിസ് അബൂ ഈസ മുഹമ്മദ് ഇബ്നു ഈസ അത്തിർമിദി. അദ്ദേഹത്തിന്റെ സുനനിലാണ് ഈ ഹദീസ് ഉള്ളത്. 2346 നമ്പർ ഹദീസായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ ഈ ഹദീസിനെ കുറിച്ച് ഹസൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് വേറെയും ഗ്രന്ഥങ്ങളിൽ കാണാം. അൽ ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് ഉണ്ട്. സഹീഹ് ബുഖാരി അല്ലാതെ അദ്ദേഹത്തിന്റെ മറ്റൊരു ഹദീസ് ഗ്രന്ഥമാണ് അൽ അദബുൽ മുഫ്രദ്. അതിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട്. ഇനി ഹദീസിന്റെ ആശയത്തിലേക്ക് കടക്കാം. ഒരുപക്ഷെ നമ്മൾ കേട്ടുപരിചയമുള്ള ഒരു ഹദീസായിരിക്കും. ഈ ഹദീസ് ഇപ്പോ തന്നെ നമ്മൾ മനഃപ്പാഠമാക്കണം. അത്രയും ചെറിയൊരു ഹദീസാണ്. ആശയ സമ്പുഷ്ടമായ ഈ ഹദീസിന്റെ അർത്ഥത്തോടുകൂടി ഇന്ന് നമ്മളത് മനഃപ്പാഠമാക്കണം.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. റവാഹു തിർമിദി. ഹദീസ് എല്ലാവർക്കും വായിക്കാൻ കിട്ടൂലേ? മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി എന്ന് പറഞ്ഞ, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. റവാഹു തിർമിദി. ഹദീസ് വായിക്കാൻ പഠിച്ചില്ലേ? ശരി, എന്താണ് ഹദീസിന്റെ അർത്ഥം? മൻ അസ്ബഹ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചാൽ. മിൻകും എന്ന് പറഞ്ഞാൽ ഇതിന്റെ ശറഹിൽ കാണാം അയ്യുഹൽ മുഅ്മിനൂൻ, അയ്യുഹൽ മുഅ്മിനൂൻ അഥവാ സത്യവിശ്വാസികൾ. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ട നിങ്ങൾ ആരെങ്കിലും പ്രഭാതത്തിലായാൽ എങ്ങനെ? ആമിനൻ ഫീ സിർബിഹി. ആമിനൻ എന്ന് പറഞ്ഞാൽ ഗൈറ ഖായിഫിൻ മിൻ അദുവിൻ, ശത്രുവിന്റെ പേടിയില്ലാതെ, ശത്രുവിൽ നിന്നുള്ള ആക്രമണത്തെ പേടിക്കാത്ത അവസ്ഥയിൽ, അഥവാ നിർഭയനായ അവസ്ഥയിൽ, അമ്നുള്ള അവസ്ഥയിൽ. ആമിൻ എന്ന് പറഞ്ഞാൽ അമ്നുള്ളവൻ, നിർഭയൻ, പേടിയില്ലാത്തവൻ, ശത്രുക്കളുടെ ഭീതിയില്ലാത്തവൻ. അപ്പോ നിർഭയത്വമുള്ള അവസ്ഥയിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചാൽ, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി. സിർബ് എന്ന് പറഞ്ഞാൽ പല വിശദീകരണങ്ങളുണ്ട്. സിർബ് എന്ന് പറഞ്ഞാൽ കുടുംബം എന്നർത്ഥമുണ്ട്, അതുപോലെ തന്നെ സ്വന്തം നഫ്സ് എന്നർത്ഥമുണ്ട്, വീട് എന്ന അർത്ഥവുമുണ്ട്. ഇതെല്ലാം ഇതിൽ ഉദ്ദേശിക്കപ്പെടാം. തന്റെ സ്വന്തത്തിന്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ തന്റെ കുടുംബക്കാരുടെ വിഷയത്തിൽ, തന്റെ വീട്ടിൽ നിർഭയനായിക്കൊണ്ട് ഒരുത്തൻ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചാൽ, പേടിയില്ലാത്ത അവസ്ഥയിൽ, നമ്മുടെ സ്വന്തത്തെക്കുറിച്ച് പേടിയില്ല, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിർഭയത്വമുണ്ട്, നമ്മുടെ കുടുംബത്തിൽ നിർഭയത്വമുണ്ട്. ഈ അവസ്ഥയിൽ ആരെങ്കിലും പ്രഭാതത്തിൽ പ്രവേശിച്ചാൽ, ഇതാണ് ഒന്നാമത് പറഞ്ഞിട്ടുള്ള കാര്യം. രണ്ടാമത്തെ ഭാഗം മുആഫൻ ഫീ ജസദിഹി. മുആഫൻ എന്ന് പറഞ്ഞാൽ ആഫിയത്ത് ലഭിക്കപ്പെട്ടവൻ, സൗഖ്യം ലഭിക്കപ്പെട്ടവൻ, ആരോഗ്യം ലഭിക്കപ്പെട്ടവൻ. മുആഫൻ ഫീ ജസദിഹി. ജസദ് എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം. തന്റെ ശരീരത്തിൽ ആഫിയത്തുള്ള അവസ്ഥയിൽ, സൗഖ്യവും ആരോഗ്യവുമുള്ള അവസ്ഥയിൽ ഒരുത്തൻ പ്രഭാതത്തിലായാൽ, അഥവാ രാവിലെ എണീക്കുന്ന സമയത്ത് വീട്ടിലും കുടുംബത്തിലും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തത്തിന്റെ വിഷയത്തിലൊക്കെ നിർഭയത്വമുണ്ട്, ശരീരത്തിന് ആരോഗ്യവുമുണ്ട്. പ്രത്യേകിച്ച് പറയപ്പെടാൻ പറ്റുന്ന ഒരു രോഗമോ, നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അസുഖവുമോ ഇല്ലാതെ ആഫിയത്തോടുകൂടി ഒരുത്തന് പ്രഭാതത്തിൽ പ്രവേശിക്കാൻ സാധിച്ചാൽ, അങ്ങനെയുള്ള ആൾ. മൂന്നാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത് ഇൻദഹു ഖൂതു യൗമിഹി. അവന്റെ അടുത്ത് അന്ന് തിന്നാനുള്ള ഭക്ഷണമുണ്ട്. ഖൂത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം. ഖൂതു യൗമിഹി, അന്ന് തിന്നാനുള്ള ഭക്ഷണം അവന്റെ അടുത്തുണ്ട്. അന്നത്തെ ഭക്ഷണം, നാളത്തെ ഭക്ഷണത്തെ കുറിച്ചല്ല. അന്ന് തിന്നാനുള്ള, കഴിക്കാനുള്ള ഭക്ഷണം അവന്റെ അടുത്തുണ്ട്. അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുത്തൻ പ്രഭാതത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് അവന്റെ വീട്ടിലും അതുപോലെ തന്നെ കുടുംബത്തിലും നിർഭയത്വമുണ്ട്, ശരീരത്തിന് ആരോഗ്യമുണ്ട്, അന്ന് തിന്നാനുള്ള ഭക്ഷണം അവന്റെ അടുത്തുണ്ട്. എങ്കിൽ ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ, ദുനിയാവ് അവന് ഒരുമിച്ചു കൂട്ടപ്പെട്ടവനെ പോലെയാണ്. ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. ഹാസ എന്ന് പറഞ്ഞാൽ ജമഅ, ഒരുമിച്ചുകൂടി, അതുപോലെ തന്നെ കരസ്ഥമാക്കി എന്നൊക്കെയാണ് അർത്ഥം. അതിന്റെ മജ്ഹൂലാണ് ഹീസ അഥവാ ജുമിഅ.
ഫകഅന്നമാ ജുമിഅത് ലഹു ദുനിയ, അവന് ദുനിയാവ് ഒരുമിച്ചു കൂട്ടപ്പെട്ട, ദുനിയാവ് പൂർണ്ണമായി കൈവശപ്പെടുത്തപ്പെട്ട, ലഭിക്കപ്പെട്ട അവസ്ഥയിലാണുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ 3 അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഈ 3 അനുഗ്രഹം ലഭിച്ചവർ ആരെ പോലെയാണ്? ദുനിയാവ് മൊത്തം ലഭിച്ചവനെ പോലെയാണ്. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ പറഞ്ഞത്? ഒന്ന്, അവന് അമ്നുണ്ട്, നിർഭയത്വം, പേടിയില്ലാത്ത അവസ്ഥ. രണ്ടാമത്തത് ആഫിയത്ത്, ആരോഗ്യവും സൗഖ്യവുമുണ്ട്. മൂന്നാമത്തത് പറഞ്ഞത് അന്ന് തിന്നാനുള്ള ഭക്ഷണം അവന്റെ കയ്യിലുണ്ട്. എങ്കിൽ ദുനിയാവ് മൊത്തം ഹീസത്ത് ലഹു ദുനിയ എന്ന് പറയുന്ന ആ ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ദുനിയാവ് ബിതമാമിഹ, പൂർണ്ണമായി ദുനിയാവ് ലഭിക്കപ്പെട്ടവനെ പോലെ, അവന് ദുനിയാവ് പൂർണ്ണമായി ലഭിച്ചതുപോലെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഈ ഹദീസിൽ നമ്മൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. നിർഭയത്വം എന്ന് പറയുന്ന മഹത്തായ അനുഗ്രഹം, അതുപോലെ തന്നെ ശരീരത്തിന് ആരോഗ്യമുണ്ടാവുക എന്നുള്ള മറ്റൊരു സുപ്രധാനമായ അനുഗ്രഹം നിഅമത്ത്, അതുപോലെ തന്നെ നമ്മൾക്ക് തിന്നാനുള്ള പട്ടിണിയില്ലാത്ത അവസ്ഥ. ഈ 3 കാര്യങ്ങൾ ഒരുത്തനുണ്ടെങ്കിൽ അവന് ദുനിയാവ് മൊത്തം കിട്ടിയവനെ പോലെയാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഹദീസിന്റെ അർത്ഥം മനസ്സിലായോ? മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബി, നിങ്ങളുടെ കൂട്ടത്തിൽ അഥവാ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ആരെങ്കിലും തന്റെ വീട്ടിൽ, കുടുംബത്തിൽ നിർഭയനായിക്കൊണ്ട് പ്രഭാതത്തിലായാൽ, പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചാൽ, മുആഫൻ ഫീ ജസദിഹി, ശരീരത്തിന് ആരോഗ്യമുള്ള അവസ്ഥയിൽ അവന് പ്രഭാതത്തിൽ ഉണരാൻ സാധിച്ചാൽ, അതുപോലെ തന്നെ ഇൻദഹു ഖൂതു യൗമിഹി, അന്ന് തിന്നാനുള്ള ഭക്ഷണം അവന്റെ കയ്യിലുണ്ടെങ്കിൽ ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ, ദുനിയാവ് മൊത്തം അവന് ഒരുമിച്ച് കൂട്ടപ്പെട്ടവനെ പോലെയാണ്, ഒരുമിച്ച് കൂട്ടപ്പെട്ടതുപോലെയാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അർത്ഥം മനസ്സിലായില്ലേ? ഇനി ഇതിന്റെ ചെറിയൊരു വിശദീകരണം നമ്മൾക്ക് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. 3 അനുഗ്രഹങ്ങളെ കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നിർഭയത്വം. എന്താണ് നിർഭയത്വം എന്ന് പറഞ്ഞാൽ? പേടിയില്ലാത്ത അവസ്ഥ, സമാധാനമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുക. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഈമാൻ കഴിഞ്ഞാൽ ഏറ്റവും സുപ്രധാനമായ അനുഗ്രഹം അൽ അംനു ഫിൽ ഔതാൻ, നിഅമത്തുൽ അംനി ഫിൽ ഔതാൻ. നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത്, നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് നിർഭയത്വം ഉണ്ടാവുക എന്നുള്ളതാണ് ഈമാൻ, ഹിദായത്ത് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. നമ്മൾക്ക് ഈ നിർഭയത്വമില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ, എപ്പോഴും ആക്രമിക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, ഭീതി നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ സമാധാനത്തോടുകൂടി ഇബാദത്ത് ചെയ്യാൻ പോലും നമ്മൾക്ക് സാധിക്കുകയില്ല. നമ്മൾക്ക് സമാധാനത്തോടുകൂടി ഒന്ന് ഭക്ഷണം കഴിക്കാൻ, കുടുംബജീവിതം നയിക്കാൻ ഒന്നും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഹിദായത്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മുസ്ലിമാകാൻ സാധിച്ചു, മുഅ്മിനാകാൻ സാധിച്ചു, ഹിദായത്ത് ലഭിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായി പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുള്ള ഒന്ന് ഈ പറഞ്ഞതാണ്, നിർഭയത്വം എന്നുള്ളത്. പേടിയില്ലാത്ത, ഭീതിയില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞത് കാണാം. കാരണം നമ്മൾക്ക് മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ഈ പറഞ്ഞിട്ടുള്ള നിർഭയത്വം ആവശ്യമാണ്. മഹാനായ മുഫസ്സിർ അബ്ദുറഹ്മാൻ അസ്സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, അൽ അംനു മിനൽ മഖാവിഫി മിൻ അക്ബരി നിഅമി ദുനിയവിയ്യത്തിൽ മുജിബത്തി ലിശുക്രില്ലാഹ്. നിർഭയത്വം എന്നുള്ളത് അല്ലാഹുവിന് ശുക്ർ കാണിക്കൽ നിർബന്ധമായിട്ടുള്ള ദുനിയാവിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പേടിയിൽ നിന്നുള്ള നിർഭയത്വം അതെന്ന് പറഞ്ഞാൽ മിൻ അക്ബരി അന്നിഅമി ദുനിയവിയ്യത്തിൽ മുജിബത്തി ലിശുക്രില്ലാഹ്, അല്ലാഹുവിനോട് ശുക്ർ കാണിക്കൽ നിർബന്ധമാക്കുന്ന ഭൗതികമായിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് പേടിയിൽ നിന്നുള്ള ഒരു അംന്, നിർഭയത്വം എന്നുള്ളത്
എന്ന് അബ്ദുറഹ്മാൻ സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറഞ്ഞു, ഫലാ ശക്ക അന്ന തവഫുറൽ അംനി മത്ലബുൻ ദറൂരിയുൻ. ഒരു സംശയവുമില്ല, ഈ നിർഭയത്വം എന്നുള്ളത്, നിർഭയത്വം പൂർണ്ണമായി ഉണ്ടാവുക എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ, വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അൽ ഇൻസാനിയത്തു അഹ്വജു ഇലൈഹി മിൻ ഹാജതിഹാ ഇല ത്വആമി വശറാബ്. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യകുലം, മനുഷ്യരാകമാനം ഭക്ഷണത്തെക്കാളും വെള്ളത്തെക്കാളും ആവശ്യമുള്ളവരാണ് നിർഭയത്വത്തിന് എന്നാണ്. നിർഭയത്വത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, അതിനേക്കാൾ ആവശ്യമുള്ള കാര്യമാണ് നിർഭയത്വം ഉണ്ടാവുക എന്നുള്ളത്. എന്നിട്ട് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറഞ്ഞു, വലിദാ ഖദ്ദമഹു ഇബ്രാഹിം അലൈഹിസ്സലാം ഫീ ദുആഇഹി അലൽ റിസ്ഖ്. സൂറത്തുൽ ബഖറയിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പറഞ്ഞിടത്ത് അല്ലാഹുവിനോട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. അല്ലാഹുവിനോട് ആദ്യം ചോദിച്ചത് ഈ രാജ്യത്തെ അഥവാ മക്കയെ ബലദൻ ആമിന, നിർഭയത്വമുള്ള, പേടിയില്ലാത്ത ഒരു രാജ്യമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, അതിന്റെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചത്. കാരണം ഭക്ഷണം സമാധാനത്തോടുകൂടി തിന്നണമെങ്കിൽ, അത് കഴിക്കണമെങ്കിൽ നിർഭയത്വം ഉണ്ടാകണം. ചുറ്റുപാടും ഭീതിയുള്ള ഒരു അന്തരീക്ഷമാണ് എങ്കിൽ, ഏതു സമയത്തും ആക്രമിക്കപ്പെടാവുന്ന ഒരു അന്തരീക്ഷമാണെങ്കിൽ, നമ്മുടെ തീന്മേശയിൽ സമൃദ്ധമായ ഭക്ഷണമുണ്ടെങ്കിലും നമ്മൾക്കത് സമാധാനത്തോടുകൂടി തിന്നാൻ സാധിക്കൂല. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഭക്ഷണം ചോദിക്കുന്നതിന് മുമ്പ് റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, അതിനുശേഷമാണ് വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത് എന്ന് പറഞ്ഞത്. അത്രയും സുപ്രധാനമായ കാര്യമായതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം റിസ്ഖ് ചോദിക്കുന്നതിന് മുമ്പ് നിർഭയത്വം ചോദിച്ചത് എന്നാണ്. അപ്പോ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം നിർഭയത്വമാണ്. രണ്ടാമത്തേത് നിഅമത്തുൽ ആഫിയ, സൗഖ്യം, ആരോഗ്യം എന്ന് പറയുന്ന അനുഗ്രഹം. ഈ ഹദീസിൽ രണ്ടാമത് പറഞ്ഞത് അതാണല്ലോ, മുആഫൻ ഫീ ജസദി, ശരീരത്തിൽ ആരോഗ്യമുള്ള, ആഫിയത്തുള്ള അവസ്ഥയിൽ ഒരുത്തന് പ്രഭാതത്തിൽ പ്രവേശിക്കാൻ സാധിച്ചാൽ എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു, അല്ലെങ്കിൽ വലിയൊരു അനുഗ്രഹമാണ് ഈ പറഞ്ഞിട്ടുള്ള ആഫിയത്ത്, സൗഖ്യം, ആരോഗ്യം, രോഗമില്ലാത്ത അവസ്ഥ എന്നുള്ളത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ പിതൃവ്യനാണല്ലോ. റസൂലിനോട് ചെന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലിംനി ശൈഅൻ അസ്അലുഹുല്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ ചോദിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണം. റസൂലുള്ളാഹി പറഞ്ഞു, സലില്ലാഹൽ ആഫിയത, നീ അല്ലാഹുവിനോട് ആഫിയത്തിനെ, സൗഖ്യത്തെ, ആരോഗ്യത്തെ ചോദിക്കുക. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുറച്ചു ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും റസൂലിന്റെ അടുത്തേക്ക് ചെന്ന് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലിംനി ശൈഅൻ അസ്അലുഹുല്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ ചോദിക്കേണ്ടതായ ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോഴും റസൂലുള്ളാഹി പറഞ്ഞത്, യാ അബ്ബാസു യാ അമ്മ റസൂലില്ലാഹ്, റസൂലിന്റെ പിതൃവ്യ അബ്ബാസ്, താങ്കൾ സലില്ലാഹൽ ആഫിയത ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നീ താങ്കൾ ആഫിയത്തിനെ, സൗഖ്യത്തെ ചോദിക്കണം എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസിൽ കാണാം, മറ്റൊരു ഹദീസിൽ കാണാം, സലുല്ലാഹൽ അഫ്വ വൽ ആഫിയത, അല്ലാഹുവിനോട് അഫ്വിനെ ചോദിക്കുക, മാപ്പാക്കലിനെ ചോദിക്കുക, അതുപോലെ തന്നെ സൗഖ്യത്തെ ചോദിക്കുക. നീ ഫഇന്ന അഹദൻ ലം യുഅത ബഅദൽ യഖീനി ഖൈറൻ മിനൽ ആഫിയ, യഖീൻ, ദൃഢവിശ്വാസത്തിന് ശേഷം ഒരടിമക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവന്റെ ശരീരത്തിന് ആരോഗ്യമുണ്ടാവുക, സൗഖ്യമുണ്ടാവുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. കാരണം നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് മര്യാദക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള ആരോഗ്യമെന്ന് പറയുന്ന, സൗഖ്യമെന്ന് പറയുന്ന നിഅമത്ത്. ഒരുപാട് സമ്പത്തുണ്ടെങ്കിലും
ശരീരത്തിന് ആരോഗ്യമില്ലെങ്കിൽ അയാൾക്ക് അതൊന്നും അനുഭവിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ശുക്ർ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് ആഫിയത്ത് എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മൾക്ക് മാരകമായ ഒരു അസുഖമുണ്ടെങ്കിൽ അവൻ എത്ര കോടീശ്വരനാണെങ്കിലും അദ്ദേഹത്തിനൊരു ഒന്നും ആസ്വദിക്കുക സാധ്യമല്ല. നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മൾക്കൊരു അവസരം കിട്ടുകയാണ്, എല്ലാ ദിവസവും 1 ലക്ഷം രൂപ വീതം നമ്മൾക്ക് ഒരാൾ തരാമെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാ ദിവസവും നമ്മൾക്ക് ഒരു തലവേദന പോലെ ഒരു അസുഖം ഉണ്ടാകുമെന്ന് വന്നാൽ എല്ലാ ദിവസവും 1 ലക്ഷം രൂപ കിട്ടും, എന്നാൽ നമുക്ക് എല്ലാ ദിവസവും തലവേദന ഉണ്ടാകും. ഈ ഒരു തലവേദന എന്ന് പറയുന്ന ചെറിയ ഒരു അസുഖം നമ്മൾക്ക് ദിവസവും 1 ലക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ കൂടി ഈ തലവേദനയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെറിയ അസുഖത്തിന്റെ പേര് പറഞ്ഞതാണ്, അയാൾക്ക് ആ 1 ലക്ഷം ആസ്വദിക്കാനോ അല്ലെങ്കിൽ അനുഭവിക്കാനോ സാധിക്കുകയില്ല. കാരണം ആഫിയത്ത് എന്ന് പറയുന്ന, ആരോഗ്യമെന്ന് പറയുന്ന ആ മഹത്തായ നിഅമത്തില്ലെങ്കിൽ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും അവന് അത് ആസ്വദിക്കാനോ അനുഭവിക്കാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ശുക്ർ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അനുഗ്രഹമാണ് ഈ പറഞ്ഞിട്ടുള്ള ആഫിയത്ത് എന്നുള്ളത്. ഒരു കവി പറഞ്ഞത് കാണാം, ഇന്നി വ ഇൻ കാന ജംഉൽ മാലി യുജിബുനി, സമ്പത്ത് ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും ഫലൈസ യഅദിലു ഇൻദി സിഹ്ഹത്തൽ ജസദി, സമ്പത്ത് ഒരുപാട് ഉണ്ടാകുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും ആ സമ്പത്തൊന്നും എന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് തുല്യമാവുകയില്ല. ശരീരത്തിന്റെ ആരോഗ്യത്തിന് തുല്യമാവുകയില്ല. ഫിൽ മാലി സൈനുൻ വഫിൽ ഔലാദി മക്റമതുൻ വസുഖ്മു യുൻസിക ദിക്റൽ മാലി വൽ വലദി. ഒരാൾക്ക് സമ്പത്തുണ്ടെങ്കിൽ അതൊരു ഭംഗിയാണ്, അയാൾക്ക് മക്കളുണ്ടെങ്കിൽ അതൊരു ആദരവാണ്. പക്ഷേ അസുഖമുണ്ടെങ്കിൽ വസുഖ്മു യുൻസിക ദിക്റൽ മാലി വൽ വലദി, അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ സമ്പത്ത്, മക്കൾ എന്നുള്ള അനുഗ്രഹങ്ങളൊക്കെ ആ രോഗം അതിനെ മറപ്പിച്ചു കളയും. ഒരാൾക്കൊരു മാറാ രോഗമുണ്ടെങ്കിൽ പിന്നെ സമ്പത്ത് എത്ര ഉണ്ടായിട്ടും, ഒരുപാട് മക്കളുണ്ടായിട്ടും കാര്യമില്ല, അയാളെ അത് ആ രോഗം മറപ്പിച്ചു കളയുമെന്ന് പറഞ്ഞത് കാണാം. ഈ ഹദീസിന്റെ 3-ാമത്തെ ഭാഗത്തുള്ളത് നമ്മൾക്ക് ഉള്ള റിസ്ഖിനെ സംബന്ധിച്ചാണ്. ഇൻദഹു ഖൂതു യൗമി, അവസാനിപ്പിക്കുകയാണ്. ഇൻദഹു ഖൂതു യൗമിഹി, അയാൾക്ക് അന്ന് തിന്നാനുള്ള ഭക്ഷണമുണ്ട്, ആവശ്യത്തിനുള്ള ഭക്ഷണമുണ്ട്, പട്ടിണിയല്ല, അന്ന് തിന്നാനുള്ള ഭക്ഷണമുണ്ട്. എങ്കിൽ അവന് ദുനിയാവ് മൊത്തം ഒരുമിച്ച് കൂട്ടപ്പെട്ടതുപോലെയാണ് എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. നമ്മൾക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അൽ ഖനാഅതു ബിൽ ഖലീൽ. അള്ളാഹു നമ്മൾക്ക് എത്രയാണോ നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത്. അള്ളാഹു നമ്മൾക്ക് എത്രയാണ് റിസ്ഖ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞു. സൂറത്തു സുഖ്റൂഫിൽ അള്ളാഹു പറഞ്ഞത് കാണാം, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ നിങ്ങളുടെ ഉപജീവനം മഈശത്ത് എന്താണ് എന്നുള്ളത് നമ്മൾ അത് വീതിച്ചിട്ടുണ്ട്, നാമാണ് അത് വീതിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എത്രയാണ് അള്ളാഹു റിസ്ഖ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു നിശ്ചയിച്ചു കഴിഞ്ഞു. ഇമാം അശ്ശൻഖീതി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, തഫാവുത്തുൻ നാസി ഫിൽ അർസാഖി വൽ ഹുദൂദ്, അള്ളാഹു നൽകുന്ന റിസ്ഖുകളുടെ ഏറ്റവ്യത്യാസം എല്ലാവർക്കും ഒരുപോലെയല്ല അള്ളാഹു കൊടുക്കുക, അതിൽ ഏറ്റവ്യത്യാസം ഉണ്ടാകും. ആ ഏറ്റവ്യത്യാസം സുന്നത്തും മിൻ സുനനില്ല, അള്ളാഹു തആലയുടെ ഒരു സുന്നത്താണ്, നടപടിയാണ്. സുന്നത്തും മിൻ സുനനില്ലാഹി സമാവിയ്യത്തിൽ കൗനിയ്യത്തിൽ ഖദരിയ്യ, അള്ളാഹുവിന്റെ ഖദർ എന്നോണം പ്രാപഞ്ചികമായിട്ടുള്ള അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്. ഈ ഭക്ഷണത്തിൽ അള്ളാഹു റിസ്ഖ് കൊടുക്കുന്നതിലുള്ള ഏറ്റവ്യത്യാസം. لا يستطيع أحد من أهل الأرض البتة تبديلها ولا تحويلها بوجه من الوجود. അതൊരിക്കലും ഒരാൾക്കും തന്നെ അത് മാറ്റം വരുത്താനോ ഒരു നിലക്കും അതിനെ മാറ്റിമറിക്കാനോ ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹു നിശ്ചയിച്ചതാണത്. ഈ ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിലുള്ള ഏറ്റവ്യത്യാസം എല്ലാവർക്കും ഒരുപോലെയല്ല. അതൊരിക്കലും ഒരാൾക്കും തന്നെ അതിൽ ഒരു മാറ്റം വരുത്തുക സാധ്യത അള്ളാഹുവിന്റെ നടപടിയാണ് എന്ന് ഇമാം ശൻഖൈതി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബാ ലിമൻ ഹുദിയ ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ഹിദായത്ത് ലഭിച്ചവന് മംഗളമുണ്ട്, അവന് സ്വർഗമുണ്ട്. വകാന ഐശുഹു കഫാഫൻ വഖനിഅ, അവന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്, അല്ലെങ്കിൽ അവന്റെ ജീവിത മാർഗം എന്നുള്ളത്, അവന്റെ ഭക്ഷണം എന്നുള്ളത് കഫാഫൻ,
അവന് അന്നേക്ക് മതിയാകുന്ന ഭക്ഷണമാണ്. അതുപോലെ തന്നെ വഖനിഅ, അതിൽ അവൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയുള്ളവന് സ്വർഗമുണ്ട്, അവന് മംഗളമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവന് ആവശ്യമുള്ള ഭക്ഷണമുണ്ട്, അവന് പട്ടിണിയില്ല, എന്നാൽ കൂടുതലോ ഇല്ല, അവന് ആവശ്യത്തിനുള്ള ഭക്ഷണമുണ്ട്, അതിൽ അവൻ തൃപ്തനുമാണ് എങ്കിൽ അവന് സ്വർഗമുണ്ട്, അവന് മംഗളമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞു, മൻ ഖനിഅ തവാബ ഐശുഹു, ഒരുത്തൻ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ, സംതൃപ്തനായാൽ അവന്റെ ജീവിതം നന്നാകും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുക, അതെത്ര കുറച്ചാണെങ്കിലും ഇതാണ് അള്ളാഹു എനിക്ക് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന ഒരു സംതൃപ്തി, ആ സംതൃപ്തി ഉണ്ടായാൽ അവന്റെ ജീവിതം നന്നാകുമെന്ന് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്ന ഖൗമൻ തലബുൽ ഗിന, ചില ആളുകൾ ധന്യത, സമ്പത്ത് അവർ തേടി, ഐശ്വര്യം അവർ തേടിപ്പോയി. ഫഹസിബു അന്നഹു ഫീ ജംഇൽ മാൽ, അവർ വിചാരിച്ചു സമ്പത്ത് ഒരുമിച്ച് കൂട്ടുക, സമ്പാദിക്കുക എന്നുള്ളതാണ് ഐശ്വര്യം, ധന്യത എന്നവർ വിചാരിച്ചു. അലാ വ ഇന്നമൽ ഗിനാ ഫിൽ ഖനാഅ, എന്നാൽ നിങ്ങൾ അറിയണം, യഥാർത്ഥത്തിലുള്ള സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സാണ്, സംതൃപ്തി. എത്രയാണ് അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുള്ളത്, അതിൽ തൃപ്തനാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നാണ് അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില ആളുകൾ വിചാരിച്ചത് ഒരുപാട് സമ്പത്തുണ്ടാക്കുക എന്നുള്ളതാണ് ഐശ്വര്യം, ധന്യത എന്നാണ്. അതല്ല ശരി, മറിച്ച് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് ധന്യത എന്ന് അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ റസൂലുള്ളാഹി ഉപദേശിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സലഫുകൾ ഈ വിഷയത്തിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഇമാം അശ്ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. ഖനാഅത്തിനെ കുറിച്ച്, സംതൃപ്തിയെ കുറിച്ച് ഇമാം അശ്ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖനൂഇൻ, നീ ഒരു സംതൃപ്തിയുള്ള മനസ്സിന്റെ ഉടമയായാൽ, സംതൃപ്തിയുള്ള, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സിനെക്കുണ്ടായാൽ, ഫഅൻത വമാലികു ദുനിയാ സബാഉ, നീയും ഈ ലോകം മൊത്തം ഉടമപ്പെടുത്തിയ ഒരു മുതലാളിയും ഒരുപോലെയാണ്, തുല്യനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വല്ലാത്തൊരു മനസ്സാണത്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ്. അവനും ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനും ഈ ലോകം മൊത്തം ഉടമപ്പെടുത്തിയവനും തുല്യനാണ് എന്നാണ് ഇമാം ശാഫിഈ ആ വരിയിലൂടെ പറഞ്ഞിട്ടുള്ളത്. അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബ സംഗമമാണല്ലോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ കുടുംബമായി ദമ്പതികളായി ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അവസാനം പറഞ്ഞ ഈ ഖനാഅത്തിന്റെ വിഷയത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ്. ഭർത്താവിന് നല്ല ജോലിയുള്ളത് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, ചില പ്രയാസങ്ങളുണ്ടായി, അദ്ദേഹത്തിന് സാമ്പത്തികമായി തകർച്ചയുണ്ടായി. ആ സമയത്ത് ഒരു ഭാര്യ കൊടുക്കുന്ന വലിയ സപ്പോർട്ട്, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള മനസ്സ് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ ഉണ്ടാകുമ്പോ അത് അവരുടെ ജീവിതത്തിൽ വലിയ സമാധാനം ഉണ്ടാക്കും. അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു കഥ നമ്മൾക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. പലപ്പോഴും ചിലപ്പോൾ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാകും. എന്താണ്? അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുകയാണ്, അദ്ദേഹം ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പോയ സന്ദർഭത്തിൽ ഒരു കച്ചവടക്കാരനെ കണ്ടു. അദ്ദേഹം വസ്ത്ര കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് അദ്ദേഹം വസ്ത്രം വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ കൂടുതലായി ആ വസ്ത്രത്തിന്റെ നന്മകൾ ഇങ്ങനെ എടുത്തു പറയുന്നു, കൂടുതലായി സത്യം ചെയ്യുന്നത് കണ്ടപ്പോ അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്, മഹാനായ താബിഈ, ആ വസ്ത്രം വാങ്ങാതെ മറ്റൊരാളടുത്തുനിന്ന് വസ്ത്രം വാങ്ങിപ്പോയി. ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തുനിന്ന് വസ്ത്രം വാങ്ങുന്നത് ശരിയല്ല. കൂടുതലായി സത്യം ചെയ്ത് കൂടുതലായി മേന്മെടുത്തു പറയുന്ന കച്ചവടക്കാരിൽ നിന്ന് വസ്ത്രം വാങ്ങാൻ അദ്ദേഹം താല്പര്യപ്പെട്ടില്ല. അദ്ദേഹം മറ്റൊരാളടുത്തുനിന്ന് വസ്ത്രം വാങ്ങി അദ്ദേഹം തിരിച്ചുപോയി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, 2 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും മക്കയിൽ വന്നു ഹജ്ജിനു വേണ്ടി. ആ സമയത്ത് ആ മനുഷ്യൻ അവിടെ ഉണ്ട്. പക്ഷെ അദ്ദേഹം നേരത്തെയുള്ള അവസ്ഥയിലല്ല. അദ്ദേഹം ഇങ്ങനെ വളരെ സമാധാനത്തോടുകൂടി കച്ചവടം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വസ്ത്രത്തെക്കുറിച്ച് കൂടുതലായി പുകഴ്ത്തലുകളോ അതുപോലെ തന്നെ സത്യം ചെയ്യലുകളോ ഒന്നുമില്ല. അപ്പൊ അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്ക്ക് സംശയം. അദ്ദേഹം ചോദിക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് കണ്ട വ്യക്തിയല്ലേ നിങ്ങൾ?
അന്ന് നിങ്ങൾ ഇങ്ങനെ കൂടുതലായി സത്യം ചെയ്തുകൊണ്ടും കൂടുതൽ മേന്മ എടുത്തു പറഞ്ഞുകൊണ്ടൊക്കെ നിങ്ങൾ കച്ചവടം ചെയ്തിരുന്നല്ലോ, ഇന്ന് ഞങ്ങളത് കാണുന്നില്ല. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. അദ്ദേഹം പറയുകയാണ്, എനിക്കൊരു ഭാര്യയുണ്ടായിരുന്നു. ആ ഭാര്യയുടെ പ്രത്യേകത, ഞാൻ എന്തെങ്കിലും സമ്പാദിച്ചു കൊണ്ടുവന്നാൽ അത് കുറച്ചാണെങ്കിൽ അവൾ അതിനെ പുച്ഛിക്കും. ഇനി ഞാൻ കൂടുതൽ സമ്പാദിച്ചു കൊണ്ടുപോയാൽ അവൾ അത് ചെറുതായി കാണും, ഇത്രയൊന്നും പോരാന്ന്. അങ്ങനെ ഒരു പെണ്ണെനിക്കുണ്ടായിരുന്നു. അങ്ങനെ അവളെ അള്ളാഹു മരിപ്പിച്ചു. പിന്നീട് എനിക്കൊരു ഭാര്യയായി കിട്ടിയതൊരു സ്വാലിഹത്തായ ഭാര്യയാണ്. ആ ഭാര്യ എന്ന് പറഞ്ഞാൽ, ഞാൻ രാവിലെ വസ്ത്രക്കച്ചവടത്തിന് പോരുന്ന സമയത്ത് ആ ഭാര്യ പറയും, എന്റെ വസ്ത്രത്തിന്റെ ചാക്കെടുത്ത് ആ ബാഗെടുത്ത് എനിക്ക് തന്നിട്ട് അവര് പറയും, യാ ഫുലാൻ ഇത്തഖില്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വലാ തുത്ഇംന ഇല്ലാ ത്വയ്യിബ, ഹലാലായ നല്ല ഭക്ഷണമല്ലാതെ ഞങ്ങളെ നിങ്ങൾ തീറ്റിപ്പിക്കരുത്. എന്നിട്ട് അവര് പറയും, ഇൻ ജിഅ്തനാ ബിഖലീലിൻ കസ്സർനാഹു, നിങ്ങൾ കുറച്ചാണ് കൊണ്ടുവരുന്നെങ്കിൽ ഞങ്ങൾ അത് വലുതായി കാണും, ഒരുപാടുള്ളതാക്കി ഞങ്ങൾ മാറ്റും, അല്ലെങ്കിൽ അതിന് ഒരുപാടുള്ളതായി ഞങ്ങൾ കാണും. വഇല്ലം തഅ്തിനാ ബിശൈഇൻ, ഇനി നിങ്ങൾ ഒന്നും കൊണ്ടുവരാതെ തീർത്തും കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചവനായിട്ടാണ് ഇന്ന് വൈകുന്നേരം തിരിച്ചു വരുന്നതെങ്കിൽ അന്നാക ബിമിഗ്സലിനാ, ആ വസ്ത്രം നെയ്യാനുള്ള ആ ഉപകരണം കൊണ്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. ഞങ്ങൾ വസ്ത്രം തുന്നിത്തന്ന് നിങ്ങളെ നാളത്തെ കച്ചവടത്തിനു വേണ്ടി നിങ്ങൾ സഹായിക്കും, ഒരിക്കലും നിങ്ങൾ ആക്ഷേപിക്കുകയില്ല. അതുകൊണ്ട് ഇത്തഖില്ല വലാ തുത്ഇംനാ ഇല്ലാ ത്വയ്യിബ, ഹലാലല്ലാതെ ഞങ്ങൾക്ക് ഭക്ഷണമായി തരരുത്. ഹലാലായ സമ്പാദ്യമേ സമ്പാദിക്കാവൂ, ഒരിക്കലും കളവ് പറഞ്ഞ് കച്ചവടം നടത്തി. നിങ്ങൾ കുറച്ചു കൊണ്ടുവന്നാൽ ഞങ്ങൾ തൃപ്തരാണ്, ഒന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് പറയുന്ന ഒരു ഭാര്യ എനിക്കുണ്ടായി. അതുകൊണ്ട് എനിക്ക് സമാധാനത്തിൽ കച്ചവടം ചെയ്യാൻ സാധിച്ചു എന്നാണ് അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ല അദ്ദേഹത്തിന് ഹസനുൽ ബസ്രി റഹിമഹുല്ലക്ക് അദ്ദേഹം കൊടുത്തിട്ടുള്ള മറുപടി. സഹോദരങ്ങളെ, ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ വലിയ ഏറ്റവും സുപ്രധാനമായ 3 അനുഗ്രഹങ്ങളാണ്. നമ്മൾക്ക് നിർഭയത്വം ഉണ്ടാകുന്ന അവസ്ഥയും, ശരീരത്തിന് ആരോഗ്യമുണ്ടാകുന്ന അവസ്ഥയും, നമ്മൾക്ക് പട്ടിണിയില്ലാത്ത അവസ്ഥയും. അങ്ങനെയുണ്ടെങ്കിൽ ഈ 3 കാര്യമുണ്ടെങ്കിൽ മിക്കവാറും നമ്മൾക്ക് ഈ 3 കാര്യങ്ങൾ ഉണ്ട്. ഇങ്ങനെയുണ്ടെങ്കിൽ റസൂലുള്ള പറഞ്ഞത് ദുനിയാവ് മൊത്തം അവന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ പരാതി പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾക്ക് പട്ടിണിയില്ല, മാരകമായ അസുഖങ്ങളില്ല, നമ്മുടെ നാട്ടിൽ സമാധാനമായ അന്തരീക്ഷമുണ്ട്, നമ്മൾക്കിവിടെ ദഅവത്ത് നടത്താനും അതുപോലെ തന്നെ നമ്മൾക്ക് ഇങ്ങനെ ഒരുമിച്ചിരിക്കാനും അപ്പുറവും ഇപ്പുറവും നമ്മൾ ആക്രമിക്കപ്പെടുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾക്ക് ദുനിയാവ് മൊത്തം ലഭിക്കപ്പെട്ട അവസ്ഥയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ധാരാളമായി ശുക്ർ ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ എന്ന ചിന്തയുണ്ടാകരുത്. ദുനിയാവ് മൊത്തം ലഭിക്കപ്പെട്ട അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഹദീസിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹദീസ് നമ്മൾ മനഃപ്പാഠമാക്കുക. ആ സ്ലിപ്പ് കിട്ടാത്ത ആളുകൾ വാങ്ങണം. ഈ ഹദീസ് നമുക്ക് മനഃപ്പാഠമാക്കാൻ സാധിക്കണം. വളരെ ചെറിയ ഹദീസാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് ഇപ്പോൾ ഇൻഷാ അല്ലാഹ് തുടങ്ങും. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.